ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ 14-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവിലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടേണം. ത്രിഭുവന സീമ, 3 ലോകങ്ങളെക്കുറിച്ച് സാമാന്യമായിട്ട് പറയാറുണ്ട്. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. അപ്പോൾ 3 ലോകങ്ങൾ. അപ്പോൾ നമുക്ക് 3 തലങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ 3 ലോകങ്ങളെയും കടന്ന് അതിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം. ത്രിപുടി, ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്. അപ്പോൾ ഇവിടെ ഈ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം തന്നെയാണ് ഈ 3 ലോകങ്ങളെയും കടന്ന് അല്ലെങ്കിൽ അതിനെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് കപടയതിക്ക് കരസ്ഥമാകുകയില്ല. അത് ഇതിൻ്റെ കപടയതി എന്ന് പറയുന്നത്, യതി എന്ന് പറയുന്നത് പൊതുവെ സന്യാസിമാരെ പറയുന്നതാണ്. അപ്പോൾ കപടയതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപടന്മാരായിട്ടുള്ള ആളുകൾക്ക് കരസ്ഥമാകുകയില്ല. അവർക്കത് സ്വായത്തമാക്കുവാൻ, സ്വന്തമാക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് എന്താണ്? ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടണം. ഇത് പറഞ്ഞിരിക്കുന്ന എവിടെയാണ്? ഉപനിഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സത്യാന്വേഷണത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് പൊതുവെ സന്യാസിമാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കപടയതി എന്ന് എടുത്തു പറയാൻ കാരണം. അപ്പോൾ ആ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്, ആരാണോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നത്, അഥവാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ആ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുവാനായിട്ട് പോകുന്നത്, ആ പോകുന്നവർ അവർ യഥാർത്ഥത്തിൽ സത്യസന്ധരല്ല എങ്കിൽ, ആത്മാർത്ഥമായിട്ട് അവർക്ക് ഈ ജ്ഞാനം വേണമെന്നുള്ള തോന്നൽ ഇല്ല എങ്കിൽ, അങ്ങനെയുള്ളവരെയാണ് കപട യതി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ആധ്യാത്മികതയുടെ പേരും പറഞ്ഞ് നടക്കുന്ന ധാരാളം വ്യക്തികളെ കാണും. അത് പലപ്പോഴും ഉപജീവന മാർഗത്തിനുമായിരിക്കാം. പക്ഷെ സാധാരണക്കാരന് തിരിച്ചറിയാൻ പറ്റില്ല. അവർ മറ്റുള്ളവരെയും കൂടി തെറ്റിദ്ധരിപ്പിച്ച് അവർ ഏതെങ്കിലും കുഴിയെ കൊണ്ട് ചാടിച്ചോളയും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചിട്ടുള്ള, എഴുതി നമ്മൾക്ക് നൽകിയിട്ടുള്ള കൃതികൾ, അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സത്യത്തെ തന്നെയാണ്. അപ്പോൾ ചിലർ പറയും ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യമില്ല, വേദങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഗുരുവിൻ്റെ കൃതികൾ മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതവർ ഗുരുവിനോടുള്ള അമിതമായിട്ടുള്ള ഭക്തി കൊണ്ടും വിശ്വാസം കൊണ്ടൊക്കെ പറയുന്നതാണ്. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, ഗുരു ഈ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഉപനിഷത്തിൽ മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് ഗുരു സാക്ഷാത്കരിച്ചിട്ട് ഗുരുവിൻ്റെ വാക്കുകളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴും പഴയ മഹർഷിമാരെ അവർ ഉപദേശിച്ച ജ്ഞാനത്തെ ഗുരു തള്ളിക്കളയുന്നില്ല, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുന്നില്ല. നമ്മളിൽ പലരും ചെയ്യുന്ന എന്താണ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അത് സ്വന്തമായിട്ട് ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാണ്, പറഞ്ഞു തന്ന ആളെക്കുറിച്ചൊന്നും പറയാറില്ല.
ഇവിടെ ഗുരു അങ്ങനെയല്ല. ഗുരു പൂർവികരായിട്ടുള്ള മഹർഷിമാർ അവർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെയും നമ്മൾ നന്ദിയോടെ സ്മരിക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ 3 ലോകങ്ങളിലും നമ്മളുടെ ഈ മനുഷ്യന്മാർ ഇരിക്കുന്ന ഈ ഉണർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഇനി സ്വപ്നം കാണുന്ന വേറൊരവസ്ഥ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ ലോകങ്ങളാണ്. ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്നൊക്കെ നമ്മളൊരു അങ്ങനെ ഒരു ലോകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ലോകത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾക്ക് നേരിട്ട് അറിയാവുന്ന ലോകമാണ്. നമ്മൾ ഉണർന്നിരിക്കുന്നത് ജാഗ്രത അവസ്ഥ എന്നാണ് പറയുന്നത്, വേക്കിംഗ് സ്റ്റേറ്റ്. ഇതൊരു ലോകമാണ്. ഈ ലോകത്ത് എത്രയോ ലോകങ്ങളാണ് വേറെയുള്ളത്. കണ്ണുള്ളവൻ്റെ ഒരു ലോകം, കണ്ണില്ലാത്തവൻ്റെ വേറൊരു ലോകം, കാതുള്ളവൻ്റെ ലോകം, കാത് കേൾക്കാത്തവൻ്റെ ലോകം, സംസാരിക്കുന്നവൻ്റെ ലോകം, സംസാരിക്കാത്തവൻ്റെ ലോകം. ഇങ്ങനെ ലോകങ്ങൾ വിവിധങ്ങളാണ്, പല തലം. തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് ഇത്രമാത്രം വിശാലമാണോ എന്ന് തോന്നിപ്പോകുന്നത്. അപ്പോൾ മഹർഷിമാരൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ രത്നച്ചുരുക്കം പറഞ്ഞിരിക്കുന്നതൊക്കെ ശാന്തമായിട്ടും ശ്രദ്ധയോടും കൂടി നമ്മൾ പഠിച്ചാലേ നമുക്ക് മനസ്സിലാകുള്ളൂ. തീർച്ചയായിട്ടും അതിന് നമുക്ക് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.